നമ്മൾ രണ്ടും ഒന്ന്, നമുക്ക് രണ്ടാൾക്കും ഒന്ന് എന്നായിരുന്നു ഒരു കാലത്തെ മുദ്രാവാക്യം. ഇപ്പോൾ ഹം ദോ ഹമാരെ തീൻ എന്ന് തിരുത്തുകയാണ് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. നമ്മൾ രണ്ട്, നമുക്ക് മൂന്ന് എന്ന ആ തത്വശാസ്ത്രത്തിന് അടിസ്ഥാനമായി പറയുന്നത് എന്താണ്? ജനന നിരക്ക് 2.1 ആകണമെന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. ഒരാൾക്ക് 2.1 എന്ന നിരക്കിൽ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. 2 കഴിഞ്ഞാൽ പിന്നെ 3 ഉള്ളൂ. അതുകൊണ്ട് 3 കുട്ടികളാകണം എന്നാണ് ആ വിശദീകരണം. 2.1 ബർത്ത് റേറ്റ് എന്നാൽ 2ഉം പിന്നെ 0.1 കുട്ടികൾ ഉണ്ടാവുക എന്നല്ലെന്ന് എല്ലാവർക്കും അറിയാം. 10ൽ ഒരു ദമ്പതികൾക്ക് 3 കുട്ടികൾ ഉണ്ടായാൽ അതാണ് 2.1. ശേഷിക്കുന്ന ദമ്പതികൾക്ക് 2 കുട്ടികൾ വീതം മതി. ഇനി ഒരു കുട്ടി മാത്രമുള്ള ദമ്പതികൾ ഉണ്ടാകും. അപ്പോൾ 4ഉം 5ഉം കുട്ടികളുള്ള ദമ്പതികളും ഈ രാജ്യത്തുണ്ട്. അങ്ങനെയാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആക്കി നിലനിർത്തുന്നത്. മോഹൻ ഭാഗവത് ഇതാദ്യമായല്ല ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത്. അഖിൽ ഭാരതീയ കാര്യകാരി മണ്ഡലിൽ RSS പാസാക്കിയ പ്രമേയം തന്നെ ചില മതസമൂഹങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നു എന്നായിരുന്നു. അതിന്റെ അർത്ഥം ഹിന്ദുക്കൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകണമെന്നാണ്. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ഇനി കുട്ടികൾ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് RSS പറയുമ്പോൾ തർക്കമില്ലാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ട്. 2023-24 24,80,00,000 കുട്ടികളാണ് സ്കൂളിൽ പുതിയതായി ചേർന്നതെങ്കിൽ 2024-25 ആകുമ്പോൾ 24,69,00,000 കുട്ടികൾ മാത്രമാണ് പുതിയതായി എത്തിയത്. 11 ലക്ഷമാണ് ഒരു വർഷം കൊണ്ടുണ്ടായ കുറവ്. 2022-23 25,18,00,000 ഉണ്ടായിരുന്നത്. 2 വർഷത്തെ കണക്കെടുത്താൽ 49 ലക്ഷത്തിന്റെ കുറവാണ്. ജനന നിരക്ക് കുറയുന്നത് തന്നെയാണ് ഇതിന്റെ കാരണമെങ്കിലും അത് വ്യക്തമായി സ്ഥാപിക്കാൻ ഇപ്പോൾ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ദുരൂഹമായ കാരണങ്ങളാൽ 2011 ശേഷം രാജ്യത്ത് സെൻസസ് നടന്നിട്ടില്ല. 2021 നടക്കേണ്ട സെൻസസ് കോവിഡ് മൂലം മാറ്റിവെച്ച് ഇത്രയും വർഷമായിട്ടും പുനരാരംഭിച്ചിട്ടുമില്ല. ഇപ്പോൾ അടുത്ത വർഷം നടക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ എന്താണ് ജനന നിരക്കിൽ സംഭവിച്ചത് എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. 2021-22 26,52,00,000 കുട്ടികളാണ് എൻറോൾ ചെയ്തത്. 4 വർഷത്തെ കുറവ് 83 ലക്ഷമാണ്. ഇങ്ങനെ എണ്ണം കുറയാൻ ഒരു കാരണമേയുള്ളൂ. 5 പതിറ്റാണ്ടായി ഈ രാജ്യത്ത് നടപ്പാക്കുന്ന ജനന നിയന്ത്രണം ഫലം കണ്ടു. നമ്മൾ രണ്ട്, നമുക്ക് രണ്ട് എന്നും നമ്മൾ രണ്ടും ഒന്ന്, നമുക്ക് രണ്ടാൾക്കും ഒന്ന് എന്നും പറഞ്ഞു നടത്തിയ പ്രചരണങ്ങളുടെ ഫലമാണിത്. ഇനിയിപ്പോൾ ആ നയം തിരുത്തി കൂടുതൽ കുട്ടികൾ എന്ന നിലയിലേക്ക് പോകാൻ സമയമായോ? എന്താണ് അതിനുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ? ലോകമെങ്ങും ജനസംഖ്യ കുറയുന്നതിന്റെ അങ്കലാപ്പുണ്ട്. അങ്ങനെ കുറയുന്നത് നല്ലതാണോ ദോഷകരമാണോ എന്ന് ഇപ്പോൾ തീർപ്പാക്കാൻ കഴിയാത്തൊരു അനിശ്ചിതത്വവുമുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ജപ്പാൻ എടുക്കാം. 2023 ജപ്പാനിലെ ഫെർട്ടിലിറ്റി റേറ്റ് 1.2 ആയിരുന്നു. ഭൂരിപക്ഷം ദമ്പതികൾക്കും ശരാശരി ഒരു കുട്ടി എന്ന് പറയാം. പക്ഷേ അവിടെ ഇപ്പോൾ ഈ നിരക്ക് ഉയരുകയാണ്. കഴിഞ്ഞ വർഷം 1.37 ഈ വർഷം അത് 1.38 ഉയർന്നു. അതായത് 2 പേർക്ക് ഒരു കുട്ടി എന്നാൽ ഭാവിയിൽ ജനസംഖ്യ പകുതിയായി കുറയുക എന്നാണ് അർത്ഥം. ജപ്പാനിൽ യുവാക്കളെ വിവാഹം കഴിപ്പിക്കാനും 2 കുട്ടികളെങ്കിലും ഉണ്ടാകാനും വലിയ പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു. അമേരിക്കയിൽ 2023 1.62 ഫെർട്ടിലിറ്റി റേറ്റ്. ഇപ്പോഴത് 1.79 ഉയർന്നിട്ടുണ്ട്. അമേരിക്കയിൽ 32,67,00,000 മാത്രമാണ് ആകെ ജനസംഖ്യ. ഇന്ത്യയിൽ 142 കോടിയും. നമുക്ക് എത്ര വരെ ജനസംഖ്യ ഉയരാം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇപ്പോഴുമില്ല. ഒരു രാജ്യത്ത് ജനസംഖ്യ വർദ്ധിച്ചാൽ അത്രയും വിഭവങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും വേണം. അതല്ലെങ്കിൽ ദരിദ്ര ജനതയെ കൂടുതൽ സൃഷ്ടിക്കുകയാകും ഫലം. അമേരിക്കയിൽ ആളോഹരി വരുമാനം $89 ലക്ഷം. ഇന്ത്യയിൽ $2,200. ജീവിത നിലവാരത്തിൽ അത്ര ഭീമമായൊരു അന്തരമുണ്ട്. ശരാശരിയിലും മെച്ചപ്പെട്ട ജീവിതം നൽകാൻ കഴിയാത്ത ജനസംഖ്യ എത്ര കണ്ട് ഉയർത്തും? അതാണ് ഉത്തരം അവ്യക്തമായ ചോദ്യം. രാജ്യത്തെ ജനസംഖ്യാ നിരക്ക് ഈ വർഷം 1.94 എന്ന നിലയിലേക്ക് വീണു. 2.1 നിലനിർത്തണമെന്ന സങ്കല്പത്തിൽ നിന്നും തുടർച്ചയായ 5ാം വർഷവും താഴേക്കാണ്. ഇതോടെയാണ് RSSന്റെ സംസാരത്തിൽ ഈ ഒരു മാറ്റം വന്നത്. ഇതുവരെ മുസ്ലിം മതത്തിൽ ജനസംഖ്യ ഉയരുന്നതിനെ കുറിച്ചാണ് ആശങ്കപ്പെട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് നേരെ തിരിയുകയാണ്. ജനസംഖ്യ കുറയുന്നതിനെ കുറിച്ചാണ് ആശങ്ക.
ഒരു മതത്തെയും എടുത്തു പറയാതെയുമാണ് ഇപ്പോഴത്തെ പ്രസ്താവന. ഏതെങ്കിലും മതത്തിൽ കൂടണമെന്നല്ല മോഹൻ ഭാഗവത് പറഞ്ഞത്. രാജ്യമെങ്ങും ഫെർട്ടിലിറ്റി റേറ്റ് ഉയരണം എന്നാണ്. എല്ലാ ദമ്പതികൾക്കും 3 കുട്ടികൾ എന്നൊരു നില ഉണ്ടാകണമെന്നാണ് പറയുന്നത്. നമ്മൾ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നതിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. അതിന് വേറൊരു വശം കൂടിയുണ്ട്. രാജ്യത്തെ സർക്കാർ സ്കൂളുകളുടെ എണ്ണവും കുറയുകയാണ്. 10.18 ലക്ഷം സർക്കാർ സ്കൂളുകൾ ഉണ്ടായിരുന്നത് ഒരു വർഷം കൊണ്ട് 10.13 ലക്ഷമായാണ് കുറഞ്ഞത്. അതായത് ഒരൊറ്റ വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് പൂട്ടിയത് 5000 സർക്കാർ സ്കൂളുകളാണ്. ജനസംഖ്യ കുറയുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ കൂടിയാണിത്. ശേഷിക്കുന്നവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും വരുമാനവും ലഭിക്കുന്നു എന്നതാണ് വികസിത രാജ്യങ്ങളിൽ ഇതിന്റെ ഫലം. ഇന്ത്യയിലൊക്കെ എണ്ണം കുറഞ്ഞാലും കൂടുതൽ സൗകര്യം തലമുറകളിലേക്ക് ലഭിക്കുന്നതായി സൂചനകളില്ല. ഉള്ളതുകൂടി പൂട്ടുകയാണ്. അതിന് കാരണം അത്രയും സ്കൂളുകൾ കുറയുമ്പോൾ സർക്കാർ മുടക്കുന്ന തുകയും കുറയുന്നു എന്നാണ്. ജനസംഖ്യ കുറഞ്ഞാൽ ശേഷിക്കുന്നവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും സൗകര്യങ്ങളും ലഭ്യമായാൽ മാത്രമേ അത് നേട്ടമായി കാണാൻ കഴിയുകയുള്ളൂ. ജനസംഖ്യാ വർധനയിൽ ചൈന നയം മാറ്റുകയാണ്. ഇന്ത്യ ചൈനയെ മറികടന്ന് 1ാം സ്ഥാനത്തായതുകൊണ്ടല്ല ആ മാറ്റം. ജനസംഖ്യ കൂടിയാൽ മാത്രമേ വ്യാവസായിക വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര തൊഴിലാളികളെ കിട്ടുകയുള്ളൂ. ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരെ കൊണ്ട് കാര്യമില്ല എന്നൊരു ദുഷ്ടബുദ്ധി കൂടി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. വൈറ്റ് കോളർ ജോലി ലഭിക്കുന്നവർ മാത്രം കൂടുന്നൊരു സ്ഥിതി ഒരു രാജ്യവും ആഗ്രഹിക്കുന്നില്ല. ജനസംഖ്യ കൂടിയാൽ മാത്രമേ താഴെക്കിടയിലുള്ള ജോലികൾക്ക് ആളുകളെ കിട്ടുകയുള്ളൂ. കൂടുതൽ ദരിദ്രരെയാണ് മുതലാളിത്ത രോഗം ആഗ്രഹിക്കുന്നത്. ആ മുതലാളിത്ത ആശയഗതിയുടെ കൂടി ഉൽപ്പന്നമാണ് ഇപ്പോൾ ഈ കൂടുതൽ കുട്ടികൾ വേണം എന്ന പ്രചാരണമൊക്കെ. ഒന്നാണെങ്കിലും ഉലക്ക കൊണ്ടടിക്കണമെന്നല്ല, ഒന്നാണെങ്കിലും ഓമനിച്ച് വളർത്തണമെന്നാണ് പുതിയ തലമുറയുടെ കാഴ്ചപ്പാട്. കൂടുതൽ ദരിദ്രരെ ഉണ്ടാക്കുക എന്നതല്ല, കൂടുതൽ ഉയർന്ന മൂല്യമുള്ള ജീവിത സാഹചര്യം ഉണ്ടാക്കണം എന്നതാകണം പുതിയ മനോനില. സാഹചര്യങ്ങൾ ഉണ്ടായാൽ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഓരോ ദമ്പതിമാരും സ്വയം തീരുമാനമെടുത്തുകൊള്ളും. അതിനി പുറത്തു നിന്നൊരു സംഘടനയുടെയും ഉന്തും തള്ളും ആവശ്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം.